ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷെ എങ്ങനെയാണ് ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക? അതും ചില കാര്യങ്ങളിൽ ഇപ്പോഴും കൺഫ്യൂസിങ് ആണ്. ഫോർ എക്സാമ്പിൾ, ഈ ഫോൺ ചെക്ക് ചെയ്യുന്ന കാര്യത്തിൽ, മറ്റുള്ള ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ആവുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക? സോ ഇങ്ങനെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ബൗണ്ടറി സെറ്റിംഗ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് നമുക്ക് ഹെൽത്തി വേയിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം. ഒന്നാമത്തെ കേസ്, നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഫോൺ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ പാർട്ട്ണർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്തി വേയിൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ പാർട്ട്ണറുടെ ഫോണ് ചെക്ക് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ പാസ്വേഡ് പരസ്പരം അറിയുന്നതോ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ അവരെ ഒരു സസ്പീഷ്യസ് ആയിട്ട്, ഒരു സംശയത്തോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, അത്ര ഓക്കെ അല്ലല്ലോ എന്ന രീതിയിലാണ് നിങ്ങൾ അവരെ കാണുന്നത്, പാർട്ട്ണറെ കാണുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോൺ കുറച്ച് സീക്രട്ട് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലൊക്കെ പ്രോബ്ലം ആണ്. ഇത് ഹെൽത്തി വേയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പരസ്പരം നിങ്ങളുടെ ഫോണിന്റെ പാസ്വേഡോ കാര്യങ്ങളോ അറിയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല, അല്ലെങ്കിൽ അത് റോങ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഫോൺ യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് ഹൈഡ് ചെയ്യാനൊന്നും ഇല്ലാതെ വളരെ കാമായിട്ട്, അല്ലെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ആ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മറ്റൊരു ഫോണിൻ്റെ ആവശ്യം വന്നു. ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു നമ്പർ നോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് മറ്റൊരു ഫോൺ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു, ആവശ്യമുള്ളതായിട്ട് വന്നു എന്ന് വിചാരിക്കുക. അത്തരം സാഹചര്യങ്ങളിൽ വളരെ കാം ആൻഡ് കൂളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി വേയിലുള്ള ബൗണ്ടറി സെറ്റിംഗ് ആണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് ഫോൺ പ്രൈവസി മാത്രമാണ്, അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത് ടോക്സിക് ആയി മാറുന്നത് എവിടെയാണെന്നറിയോ? ഫോൺ സീക്രസി ആയി മാറുന്നിടത്താണ്. അതായത് വളരെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുക, എപ്പോഴും ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഉപയോഗിക്കരുത്, എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്യരുത്, അല്ലെങ്കിൽ അത് തുടരുത്, ഇങ്ങനെയൊക്കെ സ്ട്രിക്റ്റ് ആയ രീതിയിൽ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ എപ്പോഴും ഒരു അകലത്തിലാണ് ഫോൺ വെക്കുന്നത്, അത് തൊടാനേ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുക, ഇങ്ങനെ എപ്പോഴും ഒരു സീക്രട്ട് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലാണ് അവിടെ ടോക്സിക് ആയി മാറുന്നത് ഈ ഒരു കാര്യം. സോ ഇങ്ങനെ ഫോൺ ഉപയോഗത്തിൻ്റെ കേസിൽ പരസ്പരം പാസ്വേഡ് അറിയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഫോൺ പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഫോൺ സീക്രസി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ടോക്സിക് ആയി മാറുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടിന് വേണ്ടി എന്താണ് ഇഷ്യൂ എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എങ്ങനെയാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഫ്രണ്ട്ഷിപ്പ്, മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണറേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഫ്രണ്ട്ഷിപ്പിന് നൽകുന്ന സമയത്ത്, അല്ലെങ്കിൽ പാർട്ട്ണറേക്കാൾ കൂടുതൽ ഇമോഷണൽ ഇൻറ്റിമസി, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ ഫ്രണ്ട്സുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്താണ് അത് ആ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം മോശമായിട്ട്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന രീതിയിലായിട്ട് മാറുന്നത്. പക്ഷെ ഇവിടെ ഹെൽത്തി വേയിൽ നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, പുറത്തു പോകുന്ന സമയത്ത് കൃത്യമായിട്ട് പാർട്ട്ണറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഹൈഡ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പാർട്ട്ണറെ കമ്പയർ ചെയ്ത് പാർട്ട്ണറുടെ ഉള്ളിൽ ഒരു അൺകംഫർട്ടബിലിറ്റി സൃഷ്ടിക്കുക, ഒരു കമ്പാരിസൺ ചെയ്ത് ജലസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത്ര പോരാ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് ആ റിലേഷൻഷിപ്പിനെ അത് നെഗറ്റീവായി ബാധിക്കുക. നേരെ മറിച്ച് ഒന്നും ഹൈഡ് ചെയ്യാതെ വളരെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി വേയിലുള്ള ബൗണ്ടറി സെറ്റിംഗ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെയും ഫ്രണ്ട്ഷിപ്പും ഒരേപോലെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മാത്രമല്ല, ഇവിടെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പാർട്ട്ണറേക്കാൾ കൂടുതൽ പ്രയോറിറ്റി
പ്രയോറിറ്റി ഫ്രണ്ട്സിന് കൊടുക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന സമയത്താണ് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാവുക. സോ പാർട്ട്ണറേക്കാൾ കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻറ്റിമസി അല്ലെങ്കിൽ പാർട്ട്ണറേക്കാൾ കൂടുതൽ പ്രാധാന്യം ഫ്രണ്ട്സിന് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് വന്നു തുടങ്ങും. സോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഫൈൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പാർട്ട്ണറേക്കാൾ കൂടുതൽ പ്രയോറിറ്റി നൽകുമ്പോഴോ അല്ലെങ്കിൽ പാർട്ട്ണറേക്കാൾ കൂടുതൽ ഇമോഷണൽ ഇൻറ്റിമസി ഫ്രണ്ട്സിന് കൊടുക്കുമ്പോഴോ ആണ് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ ആണ് പ്രോബ്ലംസ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തേർഡ് പേഴ്സൺസിന്റെ ഇന്റർഫിയറൻസ്. ഒരു പക്ഷെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും അടുപ്പുള്ള മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളായിരിക്കാം. സോ നിങ്ങളുടെ ഡിസിഷൻസിനെ നിങ്ങൾ അത്ര പ്രയോറിറ്റി നൽകാതെ തേർഡ് പേഴ്സൺസ് അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ പറയുന്ന ഒപ്പീനിയൻസിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയാണ് പ്രോബ്ലംസ് വരിക. സ്വാഭാവികമായിട്ടും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. സോ ഡിസിഷൻസ് എപ്പോഴും നിങ്ങളുടേത് തന്നെ ആയിരിക്കണം. ഒപ്പീനിയൻസ് മറ്റുള്ള ആളുകളോട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ടോ ഷെയർ ചെയ്യുന്നത് കൊണ്ടോ അവരുടെ ഒപ്പീനിയൻസ് തേടുന്നത് കൊണ്ടോ ആക്ച്വലി യാതൊരുവിധ പ്രോബ്ലം ഇല്ല. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ഒപ്പീനിയൻസിനെ അത്ര വാല്യൂ കൊടുക്കാതെ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കാതെ മറ്റുള്ള ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു ടീമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ട് എപ്പോഴും നിങ്ങളുടെ ലൈഫിന്റെ കാര്യങ്ങളുടെ ഡിസിഷൻസ് എടുക്കേണ്ടത് നിങ്ങൾ തന്നെ ആയിരിക്കണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും എങ്ങനെയാണ് ഹെൽത്തി വേയിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് പല ആളുകൾക്കും ഇപ്പോഴും കൺഫ്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ തീർച്ചയായിട്ടും ഹെൽത്തി വേയിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്